അവളെന്നെ ചതിച്ചതാ. ഈ ഞമ്മളൊക്കെ ചതിക്കായിരുന്നല്ലടി. ഇതിനേക്കാളും ദേഷ്യം തോന്നിയ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പയ്യൻ തകർന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അപ്പൊ പറ, എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം? ചില നാറികള്, ചില വെറും നാറികള് കുറെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. ഒന്ന്, ഇവൻ ഗേ ആണെന്നുള്ള രീതിയിൽ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. എടാ, കല്യാണം കഴിച്ചത് പ്രേമിച്ചാണ്. 2-3 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ? അവൻ ഗേ ആണെങ്കിൽ ഒരുത്തിയുടെ പുറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇങ്ങനെ ചെയ്യുവോ? നീയൊക്കെ പറ, അത് എന്ത് സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് കേളുമൂപ്പരെ. അത് ഇത്രയും ഫെയിം നിൽക്കുന്ന ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുവോ? അതിന്റെ ലോജിക്ക് നീ ഞങ്ങൾക്ക് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനേ ഉള്ളൂ. അങ്ങനെ ഊഹിക്കണ്ട. രണ്ടാമത്തെ കാര്യം, അവന് അവിഹിതം, അവന് വേറെ പരസ്ത്രീ ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ അടിച്ചിറക്കുന്നു. ഞാൻ അറിഞ്ഞത് അവന്റെ പാസ്വേഡ് അടക്കം ഈ പെണ്ണിനെ അറിയാം ഫോണിന്റെ. അവൻ 2 ഫോണുണ്ട്, 2 ഫോൺ എവളും യൂസ് ചെയ്യുന്നതാണ്. എന്റെ തൃപ്രയാറപ്പാ, പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ജന്മം എന്തെങ്കിലും ആ ഫോണിൽ വഴി ഇവന് അവക്ക് കണ്ടുപിടിക്കൂടെ? അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടെങ്കിൽ ഇതാണോ ചെയ്യുന്നത്? മാന്യമായിട്ട് വന്ന് നമുക്ക് പറയാമല്ലോ അവിഹിതം ഉണ്ടെങ്കിൽ. അതൊന്നുമല്ല, ഇത് മൂത്തിറങ്ങിപ്പോയതാണ്. ഇവൾ ആരടുത്തും ഒരു കാര്യം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി ഒരാടുത്ത് സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. കൂടെ നിന്ന് നീ എനിക്കിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഇവിടെ ഇറങ്ങി പോകുന്ന സമയത്താണ് ഇവക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ആ വീട്ടുകാരും യവനും അറിയുന്നത്. അതുവരെ സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ച് നിന്നിട്ട് തോന്നിവാസം കാണിച്ചത് ഈ മോളെന്നല്ല, അവിടെ മുന്നിൽ കൂട്ടി വായിക്കണം. കണ്ടോ, വെറുതെ എന്റെ തള്ളയ്ക്ക് വിളി കേൾപ്പിച്ചു. അവളിനി എന്ത് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാലും, അവളിനി എന്ത് കോപ്പുമായിട്ട് വന്നു കഴിഞ്ഞാലും, എന്റെ പൊന്നു മോളെ, ഒരുത്തന്റെ ജീവിതം തൊലയ്ക്കുന്ന രീതിയിൽ പാതിരാത്രി ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ നിനക്ക് മാപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. സന്തോഷമായിട്ട് ഇരുന്ന് ചതിച്ചിട്ട് ഇറങ്ങിപ്പോയ നീ ഇനി എന്ത് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാലും നിന്റെ വാക്കിരി കേൾക്കണ്ട. അവിടെ നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത തറ വേലകൾ കാണിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പെണ്ണായിപ്പോയി, ഇല്ല ചുമരന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ നിന്നെ. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. നിങ്ങള് കേട്ടില്ല. അപ്പോൾ ചില്ലറക്കാരി അല്ലല്ലോ. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതായിരുന്നു. ഒന്ന് ആലോചിക്കണം, 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്തൊരു കഷ്ടമെന്ന് പറ. ഇത് അവന്റെ കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ്. റീൽസ് വഴി ജീവിതം സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് ഒരു ഫെയിമിലോട്ട് എത്തി, അത് പിന്നെ സിനിമയിലോട്ട് കയറി. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല. അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തൊലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. ഇവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഈ പെണ്ണിനെ കൂട്ടി പോകാറുണ്ട്. ഈ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്നും ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ.